പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് വളരെ പ്രധാനപ്പെട്ട ചില ഫണ്ടമെൻ്റൽ ഡയറക്ഷൻസ് നൽകിയല്ലേ. ഹൂ ഇസ് അള്ളാഹു സുബ്ഹാനഹു വ തആല, വാട്ട്സ് തൗഹീദ്, വൈ ഷുഡ് വി വർഷിപ്പ് അള്ളാഹ്, ആഖിറ ആൻഡ് ഇറ്റ്സ് ടൈം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ റബ്ബ് മൂസാ നബിക്ക് പറഞ്ഞു കൊടുത്തു. ഇനിയാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തായ വടിയെക്കുറിച്ചുള്ള കോൺവെർസേഷനിലേക്ക് കിടക്കുന്നത്. ബിക്കോസ് അത്ര ഗഹനമായ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം അള്ളാഹ് സുബ്ഹാനഹു വ തആല വാണ്ടഡ് ടു മേക്ക് മൂസ അലൈഹിസ്സലാം ഫീൽ കംഫർട്ടബിൾ. വളരെ ആശ്വാസത്തിലുള്ളൊരു സംഭാഷണമായിട്ടാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുക. ആ കോൺവെർസേഷൻ സൂറത്തു ത്വാഹയിലെ 17-ാമത്തെ ആയത്ത് മുതലാണ് തുടങ്ങുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് ചോദിക്കുകയാണ്, വമാ തിൽക ബിയമീനിക യാ മൂസ, വമാ തിൽക എന്താണത്, ബി യമീനിക്ക നിന്റെ റൈറ്റ് സൈഡിലുള്ളത്, റൈറ്റ് ഹാൻഡിലുള്ളത്, യാ മൂസ അല്ലയോ മൂസ, എന്താണത്. മൂസാ നബി തൻ്റെ വലത് കൈയിലായിരുന്നു വടി പിടിച്ചിരുന്നത്. മൂസാ നബിയോട് അള്ളാഹു ചോദിക്കുകയാണല്ലേ. അള്ളാഹുവിന് അറിയില്ലേ എന്താണ് മൂസ അലൈഹിസ്സലാമിൻ്റെ കയ്യിലുള്ളത് എന്ന്. കയ്യിലുള്ളതും കൽബിലുള്ളതും കാണുന്നതും കാണാൻ പറ്റാത്തതും എല്ലാം ഒരുപോലെ അറിയുന്ന അലീമും സെമിയും ബസീറുമായിട്ടുള്ള അള്ളാഹുവിന് അറിയാലോ അതൊരു വടിയാണ് എന്ന്. പിന്നെ എന്തിനായിരിക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റബ്ബ് മൂസാ നബിയോട് ചോദിച്ചത്? സോ ഇറ്റ് വാസ് നോട്ട് ആസ്ക്ഡ് ഫോർ ദ സേക്ക് ഓഫ് ഗെറ്റിംഗ് എനി ഇൻഫർമേഷൻ. മറിച്ച് മൂസാ നബി അലൈഹിസ്സലാമിന് ഒരു ആശ്വാസം നൽകാനായിരുന്നു ആ ക്വസ്റ്റ്യൻ. ടു പ്രൊവൈഡ് കമ്പാനിയൻഷിപ്പ് ആൻഡ് കംഫർട്ട്. ദിസ് വാസ് ബിക്കോസ് ഇറ്റ് വാസ് എ വെരി സ്പെഷ്യൽ നൈറ്റ്. വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ആ സമയത്ത് മൂസാ നബിക്ക് ഭയമില്ലാതിരിക്കാനും മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കാനും അള്ളാഹു ആ സമയത്ത് ആഗ്രഹിച്ചു. വരാനിരിക്കുന്ന സംഭവങ്ങളെ ശാന്തതയോടെ കാമായി നേരിടാൻ മൂസാ നബിയെ പ്രാപ്തനാക്കുകയായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ലക്ഷ്യം. അതുമാത്രവുമല്ല, ആ വടിയിൽ ഒരു ബ്രില്യൻ മിറാക്കിൾ സംഭവിക്കാൻ പോവുകയാണ് എന്ന് അള്ളാഹുവിനറിയാം. ഉടനെ തന്നെ അതൊരു പാമ്പായി മാറുകയും മൂസാ നബി അത് കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കെ മൂസ അലൈഹിസ്സലാമിനോട് യാ മൂസ നിന്റെ വലത് കൈയിലുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ മൂസാ നബി അത് ശ്രദ്ധിക്കും. അത് വെറും ഒരു മരത്തടിയാണ്, വടിയാണ് എന്ന് മൂസാ നബിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ, ഓർമ്മിപ്പിക്കാനാണ് അള്ളാഹു ആദ്യം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. then only it will be very easier for him to accept അത് പിന്നീട് പാമ്പായി മാറും എന്ന്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരാൾ മറ്റൊരാൾക്കൊരു കഷ്ണം തുണി നൽകി. എന്നിട്ട് അത് കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു അയാളോട്, വാട്ട്സ് ദിസ്? അയാൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ പീസ് ഓഫ് ക്ലോത്ത്. അപ്പോഴേക്കും മറ്റേയാൾ പറയാണ്, നോക്കൂ, ഞാൻ ഈ തുണിയെ കത്തിച്ച് ചാരമാക്കാൻ പോവുകയാണ് എന്ന്. ഇതുപോലെ അള്ളാഹുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ മൂസ അലൈഹിസ്സലാം തൻ്റെ കയ്യിലുള്ളത് തൊട്ടു നോക്കി തിരിച്ചറിഞ്ഞു, ഇതൊരു വടിയാണ്. സോ ഹി റിപ്ലൈഡ് ഇമ്മീഡിയറ്റ്ലി, ഇത് എൻ്റെ വടിയാകുന്നു. മാത്രവുമല്ല, വലിയൊരു അത്ഭുതം നടക്കാൻ പോവുകയാണല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കയ്യിലുള്ള വസ്തു എന്താണ് എന്ന് മൂസാ നബിയെ ബോധ്യപ്പെടുത്തിയ ശേഷം അതിലൂടെ അള്ളാഹുവിൻ്റെ ശക്തിയും മഹത്വവും അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുക കൂടിയായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ മൂസാ നബി അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകി. ഖാല ഹിയ അസായ, ഖാല അദ്ദേഹം പറഞ്ഞു, ഹിയ അസായ ഇത് എൻ്റെ വടിയാണ്. അസ എന്ന് പറഞ്ഞാൽ വടി. അതോടുകൂടെ നിർത്തിയില്ല മൂസാ നബി അലൈഹിസ്സലാം. എന്തിനാണ് താൻ ആ വടി ഉപയോഗിക്കുന്നത് എന്നൊക്കെ അള്ളാഹു ചോദിക്കാതെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് പിന്നീട്. അള്ളാഹുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് ആണല്ലോ അല്ലേ. മേ ബി ഹി വാണ്ടഡ് ടു പ്രൊലോങ് ദ ഡയലോഗ് to make that privilege last longer. And now മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, I lean on it when I walk. ഇതെൻ്റെ ഊന്നുവടിയാണ്. പിന്നെയോ, അതുകൊണ്ട് എൻ്റെ ആടുകൾക്ക് ഇല പൊഴിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. തീർന്നിട്ടില്ല, I have many other uses for it എന്ന് പറഞ്ഞ് മൂസാ നബി ഇങ്ങനെ സംസാരിക്കുകയാണ്. മൂസാ നബി മരുഭൂമിയിലെ മരത്തിൽ നിന്ന് വെട്ടിയെടുത്ത വെറും ഒരു സാധാരണ മരത്തടിയായിരുന്നു അത്. മറ്റ് ഇടയന്മാർ ഉപയോഗിക്കുന്ന വടികളെപ്പോലെ തന്നെയായിരുന്നു മൂസാ നബിയുടെ വടിയും. അതിനു മുമ്പ് മൂസാ നബിയുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള അത്ഭുതങ്ങളൊന്നും തന്നെ ആ വടിയിലൂടെ സംഭവിച്ചിട്ടേയില്ലായിരുന്നു. അത് വെറും ഒരു സാധാരണ വടിയായിരുന്നു, വടി മാത്രമായിരുന്നു.
അങ്ങനെ മൂസ അലൈഹിസ്സലാം തൻ്റെ വടിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നമുക്കൊന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല അൽഖിഹാ യാ മൂസാ فألقاها فإذا هي حية تسعى قال خذها ولا تخف سنعيدها سيرتها الأولى واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى لنريك من آياتنا الكبرى. صدق الله العلي العظيم. സൂറത്തു ത്വാഹയിലെ 19 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് ഓതി വെച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാല അൽഖിഹ യാ മൂസ. അള്ളാഹു പറഞ്ഞു അൽഖിഹ, അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ചു അൽഖിഹ, നീ അത് താഴെ ഇടുക. അൽഖി എന്ന് പറഞ്ഞാൽ നിലത്തേക്ക് ഇടുക. യാ മൂസ, മൂസ നീ അത് താഴെ ഇടുക. ഫ അൽഖാഹ, മൂസ നബി അത് താഴെ ഇട്ടു. ഫ അൽഖ, അങ്ങനെ മൂസ നബി അദ്ദേഹം താഴെ ഇട്ടു. ഹ, അതിനെ. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, ഫഇദാ, അപ്പോഴത്, പെട്ടെന്നതാ, അഥവാ താഴെ ഇട്ടപ്പോൾ എന്തോന്ന് സംഭവിച്ചു. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, ഹിയ, പെട്ടെന്ന് അത് എന്തായി മാറി, ഹയ്യത്തായി, അതൊരു സർപ്പമായി, ഒരു പാമ്പായി മാറി. തസ്ആ, എങ്ങനെയുള്ളതാണ്, ഇഴയുന്ന പാമ്പായി തീർന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് വാസ് എ റാപ്പിഡ്ലി മൂവിങ് സ്നേക്ക്. ഖാല ഖുദ്ഹ, അള്ളാഹു അരുളി, ഖുദ്ഹ, അതിനെ പിടിക്കുക. വലാ തഖഫ്, ഹാവ് നോ ഫിയർ, നീ പേടിക്കണ്ട. മൂസാ നബി ആകെ ഭയന്ന് വിറച്ചിരുന്നു. ഇത്ര നേരം അദ്ദേഹം കയ്യിൽ പിടിച്ചു നിന്ന വടി ജീവനുള്ളൊരു പാമ്പായി മാറിയത് കണ്ടാൽ ആരായാലും ഒന്ന് ഞെട്ടിപ്പോകും അല്ലേ? ജീവനില്ലാത്ത തൻ്റെ വടി മറ്റ് ജീവികളെപ്പോലെ ഇങ്ങനെ ചലിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു. സൂറത്തു നംലിൽ പറയുന്നുണ്ട്, മൂസാ നബി അത് കണ്ട് തിരിഞ്ഞു നോക്കാതെ പേടിച്ചോടിയെന്ന്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് മൂസാ നബിയോട്, പേടിക്കണ്ട, എൻ്റെ അടുക്കൽ അധർമ്മം ചെയ്തവരൊഴിച്ച് മറ്റാരും ഭയപ്പെടാറില്ല, പ്രവാചകന്മാർ ഭയപ്പെടാറില്ല, അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് അള്ളാഹു മൂസാ നബിയെ അറിയിക്കുകയും ചെയ്തു. സൂറത്തുൽ ഖസസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്, യാ മൂസ അഖ്ബിൽ വലാ തഖഫ് ഇന്നക മിനൽ ആമിനീൻ. അല്ലയോ മൂസ, അഖ്ബിൽ, നീ മുന്നോട്ട് വരിക, വലാ തഖഫ്, ഭയപ്പെടേണ്ട, ഇന്നക മിനൽ ആമിനീൻ, തീർച്ചയായും നീ സുരക്ഷിതരുടെ കൂട്ടത്തിലാണ്. ആ പാമ്പുള്ള നിന്റെ പഴയ സ്ഥാനത്തേക്ക് തന്നെ നീ മടങ്ങിച്ചെല്ലുക. അതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അത് നിന്നെ ഉപദ്രവിക്കില്ല. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സെർപ്പൻറ്റ്, സ്പെഷ്യൽ സ്നേക്ക്, ആൻഡ് ദർ വിൽ ബി എ കണക്ഷൻ ആൻഡ് എ സ്പെഷ്യൽ കമ്പാനിയൻഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് ദ സ്നേക്ക്, അല്ലെങ്കിൽ ദ സെർപ്പൻറ്റ്. നീ സുരക്ഷിതനായിരിക്കും, അതിനാൽ നീ അതിലേക്ക് തന്നെ മടങ്ങിച്ചെല്ലുക. എന്നിട്ട് അതിനെ പിടിച്ചു നോക്കാൻ വേണ്ടി പറയുകയാണ്. ആ പാമ്പിനെ വീണ്ടും വടിയാക്കി മാറ്റിത്തരാം. മൂസാ നബി അലൈഹിസ്സലാമിന് പേടിയുണ്ടായിരുന്നു. ആ പാമ്പെങ്ങാൻ വിഷം ചീറ്റിയാലോ, എങ്ങനെയാണ് അതിനെ പിടിക്കുക? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പഴയതുപോലെ തന്നെ വടിയാക്കി മാറ്റും എന്ന് മൂസാ നബിക്ക് ഉറപ്പ് നൽകുകയാണ്. സനുഈദുഹ സീറതഹൽ ഊല, സനുഈദുഹ, വി ഷാൽ റീസ്റ്റോർ, അല്ലെങ്കിൽ അതിനെ മടക്കി കൊണ്ടുവരും. സീറതഹ, അതിൻ്റെ സ്റ്റേറ്റ്, അതിൻ്റെ രൂപം. അൽ ഊല, ഏറ്റവും ആദ്യത്തെ, അഥവാ വി ഷാൽ റീസ്റ്റോർ ടു ഇറ്റ്സ് ഫോമർ സ്റ്റേറ്റ്, അതിൻ്റെ ഫോമർ സ്റ്റേറ്റിലേക്ക് ഞാൻ റീസ്റ്റോർ ചെയ്തു തരും. ആലോചിച്ച് നോക്കൂ, എ മാൻ ഈസ് ഇൻകേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ലിവിങ് ബീങ്സ് ആൻഡ് ഈസ് അനേബിൾ ടു ബ്രീത്ത് ലൈഫ് ഇൻ ടു മിയർ ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ ടു ട്രാൻസ്ഫോം തിങ്സ് ഇൻ ടു ലിവിങ് ക്രിയേച്ചേഴ്സ്. ഇതൊന്നും മനുഷ്യന് കഴിയില്ല. എന്നാൽ സ്രഷ്ടാവും ജീവൻ നൽകുന്നവനും രൂപം നൽകുന്നവനുമായ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ നേരിട്ടൊരു ജീവനെ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ ജീവനില്ലാത്തതിനെ ജീവനുള്ളതാക്കി മാറ്റാനും അള്ളാഹുവിന് കഴിയും. അങ്ങനെ കൈകൊണ്ട് പിടിക്കാനും കൈ നീട്ടുമ്പോൾ ഭയപ്പെടാതിരിക്കാനും അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു. അള്ളാഹ് ഇൻഫോംഡ് ഹിം ദാറ്റ് ഇറ്റ്സ് ലൈഫ് ആസ് എ സെർപ്പൻറ്റ് വാസ് ടെമ്പററി ആൻഡ് നോട്ട് പെർമനൻറ്റ്. അത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തവും അത്ഭുതവും മാത്രമാണ് എന്നും അതിനെ പഴയതുപോലെ തന്നെ ഒരു മരത്തടിയാക്കി മാറ്റും എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് ഉറപ്പ് കൊടുത്തു. മൂസാ നബിയെ അറിയിച്ചു. അങ്ങനെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പാമ്പിന് നേരെ മൂസാ നബി കൈ നീട്ടുകയും ഒട്ടും പേടിയോ പരിഭ്രമമോ കൂടാതെ അതിനെ പിടിക്കുകയും ചെയ്തു. ഹി ലുക്ക്ഡ് അറ്റ് വാട്ട് ഹി ഹെൽഡ്. അത് വെറും മരത്തടിയായി മാറിയിരിക്കുന്നു.
ദ വെരി സ്റ്റാഫ് ഹി യൂസ്ഡ് ടു ക്യാരി എ ന്യൂ സോ വെൽ. മൂസാ നബി കൊണ്ടു നടക്കാറുള്ള തൻ്റെ അതേ വടി തിരിച്ചു വന്നിരിക്കുന്നു. അടുത്തതായി മറ്റൊരു മുഅ്ജിസത്തിലേക്ക് കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കടക്കുകയാണ്. റബ്ബ് മൂസാ നബിയോട് പറഞ്ഞു, വദ്മും യദക ഇലാ ജനാഹിക് തഖ്റുജു ബൈദാഅ മിൻ ഗൈരി സൂഇൻ ആയതൻ ഉഖ്റ. വദ്മും യദക, നീ നിന്റെ കൈ ചേർത്ത് വെക്കുക. യദ് എന്ന് പറഞ്ഞാൽ കൈ. വദ്മും ചേർത്ത് വെക്കുക. എവിടെയാണ്? ഇലാ ജനാഹിക്, നിന്റെ കക്ഷത്തിൽ. പ്ലേസ് യുവർ ഹാൻഡ് ഇൻ യുവർ ആംപിറ്റ്. അപ്പോഴെന്ത് സംഭവിക്കും? തഖ്റുജു ബൈദാ, തഖ്റുജു, ഇറ്റ് വിൽ കം ഔട്ട്, ബൈദാ, ഷൈനിങ് വൈറ്റ്, മിൻ ഗൈരി സൂഇൻ, ഒരു ദോഷവുമില്ലാതെ, ഒരു കുറവുമില്ലാതെ, ആയതൻ ഉഖ്റ, അത് മറ്റൊരു ദൃഷ്ടാന്തമാകുന്നു. ആയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ദൃഷ്ടാന്തം എന്നാണ് അർത്ഥം, അല്ലേ? ലിനുരിയക മിൻ ആയാതിനൽ കുബ്റ. ലിനുരിയക, നാം കാണിച്ചു തരാൻ, നാം കാണിക്കുന്നവനാണ്. മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, അൽ കുബ്റ, മഹത്തായ ദൃഷ്ടാന്തങ്ങൾ. മൂസാ നബി അലൈഹിസ്സലാമിന് ശരിക്കും തവിട്ട് നിറമുള്ള ചർമ്മത്തോട് കൂടിയിട്ടുള്ള ഒരാളായിരുന്നു. ബ്രൗൺ കളേർഡ് ആയിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിൽ പറഞ്ഞു തരുന്നുണ്ട്. ആ ബ്രൗൺ കളറിലുള്ള മൂസാ നബിയുടെ കൈ തിളങ്ങുന്നതും പ്രകാശിക്കുന്നതുമായിട്ടുള്ള ഒരു വെളുത്ത നിറത്തിൽ ഇങ്ങനെ പുറത്ത് വരികയാണ്. ആംപിറ്റിൽ കൈ വെച്ചെടുക്കുമ്പോഴേക്കും ബ്രൗൺ കളറായിട്ടുള്ള കൈ വെളുത്തതായി മാറുന്നതും പിന്നീട് അത് വീണ്ടും ആ തവിട്ട് നിറത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതും അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു അത്ഭുതമായിരുന്നു. എങ്ങനെയുള്ള കൈ എന്ന് ചോദിച്ചാൽ കാണുന്നവരുടെ കണ്ണഞ്ചിക്കും വിധം അദ്ദേഹത്തിൻ്റെ കൈക്ക് സൂര്യൻ്റേതുപോലെ വളരെ വലിയ തിളക്കമുണ്ടായി. ആ കൈ കാണുമ്പോഴൊക്കെ, അല്ലെങ്കിൽ കാണുമ്പോൾ കാണുന്ന ആളുകൾക്ക് വല്ലാത്ത അത്ഭുതം തോന്നുന്ന രൂപത്തിലുള്ള പ്രകാശപൂരിതമായിട്ടുള്ള കൈയായി മാറും. ഇങ്ങനെ വടി പാമ്പായി മാറുന്നതും പിന്നീടത് വീണ്ടും മരത്തടിയായി മാറുന്നതും പോലെയുള്ള ഒന്നായിരുന്നു ഈ മുഅ്ജിസത്തും. അങ്ങനെ ഈ 2 മിറാക്കിൾസ് ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് നൽകിയത്. ഇനി മൂസാ നബിയോട് അള്ളാഹു എന്താണ് പറയുന്നത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി തന്നെ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.